പി.സി. ജോർജിന്റെ പരാമർശം എവിടെയും മതസ്പർദ്ധയുണ്ടാക്കിയിട്ടില്ല എന്ന് മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് തറപ്പിച്ചു പറയുന്നു. എല്ലാ കാലത്തും ഈരാറ്റുപേട്ടയെ സ്നേഹിച്ച വ്യക്തിയാണ് ശ്രീ പി.സി. ജോർജ്. അദ്ദേഹം ചാനലിൽ നടത്തിയ പരാമർശത്തിൽ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ ക്ഷമാപണം നടത്തിയിട്ടുണ്ട് എന്ന് ഷോൺ ജോർജ് പറഞ്ഞു. നോട്ടീസ് വന്ന ഈരാറ്റുപേട്ട CI ഓഫീസ് പി.സി. ജോർജ് ഉണ്ടാക്കിയതാണ്. പി.സി. ജോർജ് ഉണ്ടാക്കിയ ഓഫീസിൽ നിന്ന് തന്നെയാണ് പി.സി. ജോർജിനെതിരെ നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്. പി.സി. ജോർജ് ഹാജരാകേണ്ടുന്ന മജിസ്ട്രേറ്റ് കോടതിയും അദ്ദേഹം ഉണ്ടാക്കിയതാണ് എന്ന് കരുതി അദ്ദേഹം നിയമത്തിന് അധീതനല്ല എന്നൊക്കെ നമുക്ക് പറയാനൊന്നും പറ്റില്ല. അദ്ദേഹം നിയമത്തിന് അകത്ത് നിന്ന് തന്നെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു വ്യക്തിയാണ്. ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ കാണുന്ന മുനിസിപ്പാലിറ്റി ലീഗിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പി.സി. ജോർജ് UDF-ൽ പ്രവർത്തിച്ച കാലത്ത് ഉണ്ടാക്കിയതാണ്. ഈരാറ്റുപേട്ടയിലെ എല്ലാവരും തീവ്രവാദികളാണ് എന്ന് പി.സി. ജോർജ് പറഞ്ഞിട്ടില്ല. പക്ഷേ തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകൾ ഈരാറ്റുപേട്ടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ചെയ്തത്. ഇനിയും തീവ്രവാദ സംഘടനകൾക്കെതിരെ നിലപാടുമായി മുന്നോട്ട് പോകും. തീവ്രവാദികളെ തീവ്രവാദികൾ എന്നല്ലാതെ KCYM എന്ന് വിളിക്കാനാവില്ല എന്ന് ഷോൺ ജോർജ് പറഞ്ഞു. ഇടതനും വലതനും മണ്ടന്മാരായിട്ടുള്ള ഹിന്ദുക്കളുടെ തലയിലിരുന്ന് ചെവി കടിക്കുന്ന ശീലമുള്ളതുകൊണ്ട് നസ്രാണിയുടെ അടുത്തൊന്ന് മുട്ടിനോക്കിയതാണ് എന്നാണ് പൊതുവെയുള്ള വാദം. BJP-യുടെ ഭരണത്തിൽ ക്രിസ്ത്യാനികളുടെ ഒരു വിശ്വാസം അപാരമാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ വിലയിരുത്തുന്നു. 50 കൊല്ലത്തോളമായി നടക്കുന്ന ഇറോം ശർമിളയുടെ മണിപ്പൂർ ഗോത്ര കലാപത്തെ ഹിന്ദുക്കൾ നിങ്ങളെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞു കാണിച്ച വിവരമുള്ള ക്രിസ്ത്യാനികളെ വഴിതെറ്റിക്കാൻ നോക്കണ്ട എന്ന് ക്രിസ്ത്യാനികൾ. 4 കൊല്ലം മുമ്പത്തെ 600-ൽ പരം ക്രിസ്തീയ വിശ്വാസികളെ കൊന്ന ശ്രീലങ്കയിലെ ഈസ്റ്റർ ദിന മുസ്ലിം ചാവേർ ആക്രമണം പോലെ കഴിഞ്ഞ ആഴ്ചയാണ് മോസ്കോയിലെ ക്രിസ്ത്യൻ ഈസ്റ്റർ കരോൾ നടക്കുന്ന സമയത്ത് 6000 പേരുടെ ഓഡിറ്റോറിയത്തിൽ മെഷീൻ ഗണ്ണും ബോംബുമായി ഇരച്ചു കയറിയ 4 ഇസ്ലാമിക തീവ്രവാദികൾ 200-ൽ പരം ക്രിസ്ത്യാനികളെ ബോഡി ക്യാം ലൈവ് ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് കൊന്നത്. ഇവരെ തീവ്രവാദികൾ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? 500-ൽ പരം നിരപരാധികളെ മാരകമായി പരിക്കേൽപ്പിച്ചു. അതില് ഹമാസിന് വേണ്ടി കണ്ണീർ തൂകിയ ഇടതനും വലതനും ഒക്കെ ഇതൊന്നും ഒരു സംഭവമേ അല്ല. അപ്പോൾ അവര് ശരിക്കും പറഞ്ഞാൽ ഇവർ ദുഃഖം പ്രകടിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാ? ഹമാസ് ഭീകരർക്ക് വേണ്ടി. ഇവർ മയ്യത്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാ? ഹമാസ് ഭീകരർക്ക് വേണ്ടി. ഇവർ പാലക്കാട് തൃത്താലയില് ആനയുടെ പുറത്ത് കയറി എഴുന്നള്ളത്തിന് യഹിയ സിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ഒക്കെ ചിത്രങ്ങളുമായിട്ട് അരങ്ങേറിയത് എന്തിനാ? തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട്. ഇത്തരം തീവ്രവാദികൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ലേ? അത് ഇസ്ലാം മത തീവ്രവാദികൾ തന്നെയല്ലേ? എല്ലാ ഇസ്ലാം മത വിശ്വാസികളും തീവ്രവാദികളാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. കാസ പറയുന്നത് പോലെ 2 തരം പ്രതികരണങ്ങളാണ് ഈ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് നമുക്ക് കാണിക്കാൻ സാധിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ. ഒന്ന്, തന്റെ ജീവിതം മുഴുവൻ ഇസ്ലാമിക തീവ്രവാദികളാൽ തകർക്കപ്പെട്ട, മരണത്തോട് മല്ലടിച്ച് തിരികെ വന്ന ചില പാവം അധ്യാപകന്മാർ, ജോസഫ് മാഷെ പോലെ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തെ ക്രൂശിച്ച ആളുകളോട് പോലും അദ്ദേഹത്തിന് പ്രതികാര ചിന്തയില്ലാത്ത രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ മറുപടി. എന്റെ കയ്യും കാലും എടുത്ത മഴുവിനോട് എനിക്ക് വൈരാഗ്യമില്ല, അതുപോലെ തന്നെ എൻ്റെ കയ്യും കാലും എടുത്ത ഭീകരരോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ദേഷ്യവുമില്ല, വൈരാഗ്യവുമില്ല. അവരെ അതിനെ പ്രേരിപ്പിച്ച ഘടകം അതല്ല, ഒരു ഗ്രന്ഥമാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? ആ ക്രൂരകൃത്യം ചെയ്ത ആളുകളെക്കാൾ നമ്മൾ ഭയക്കേണ്ടത് അവര് ചെയ്ത ഇത്തരം തീവ്രവാദത്തോട് മൃദു സമീപനം സ്വീകരിക്കുകയും നിശബ്ദമായിട്ട് അവരെ വളർത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം സൈലന്റ് കില്ലേഴ്സിനെയാണ്. മതേതരത്വം നടിച്ച് കാപഠ്യത്തിന്റെ മുഖമൂടി അണിഞ്ഞ് അവർ നമുക്കൊപ്പമുണ്ട്. ഊണിലും ഉറക്കത്തിലും നമ്മളോടൊപ്പം തന്നെയുണ്ട്. അവർ നമ്മളോടൊപ്പം ഓണസദ്യ കഴിക്കും, ക്രിസ്മസിന് നമ്മളെ വിഷ് ചെയ്യും. ഓരോ ആഘോഷ സന്ദർഭത്തിലും ഓരോ ചിത്രം വീതം എടുത്ത് 3 മതവിഭാഗത്തിൻ്റെതാണ് എന്ന് കാണിക്കുന്ന രൂപത്തിൽ കാപഠ്യ മതേതരത്തിന്റെ മുഖം എന്താണ് എന്ന് കാണിക്കത്തക്ക രൂപത്തിൽ ഒരു ചിത്രം എടുത്തവരിടും. ഇത്തരം പ്രാകൃതമായിട്ടുള്ള ഗോത്ര മത ചിന്തയാണ് അവരുടെ ഉള്ളിലെന്ന് നമുക്ക് തിരിച്ചറിയുന്നത് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് മാത്രമായിരിക്കും. മനുഷ്യത്വമില്ലാത്ത തീവ്രവാദികളെ എതിർക്കാൻ അവർ തയ്യാറാവില്ല. 2 പ്രതികരണങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലാകും, ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ട് പോലും ജോസഫ് മാഷിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ബാല്യവും ജീവിതവും പാകപ്പെടുത്തിയ മതേതര ചിന്തയാണ്. അദ്ദേഹവും ഇതുപോലെ തന്നെ മതചിന്ത വച്ച് പുലർത്തിയിരുന്ന ആളാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കുമായിരുന്നില്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങളിലൊക്കെ ലിബറൽ ആശയങ്ങളോടാണ് അവർ പടപൊരുതുന്നത്. പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് അവരുടെ ബാല്യവും കൗമാരവും പാകപ്പെടുത്തിയ പ്രാകൃതമായിട്ടുള്ള 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നേതാവും 6-ാം നൂറ്റാണ്ടിലുള്ള ഒരു ഗോത്ര പുസ്തകവുമാണ്. നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല.
ഇത്രയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് പോലും സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ടിട്ടും സ്വന്തം സമുദായം പോലും അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടും ഒറ്റപ്പെടുത്തിയിട്ടും വേട്ടക്കാർക്ക് അദ്ദേഹത്തെ പന്ത് തട്ടുന്നത് പോലെ തട്ടിക്കളിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തിട്ടും ജോലി നഷ്ടപ്പെട്ടിട്ടും ആ മനുഷ്യനോട് വീണ്ടും അടങ്ങാത്ത കലിയുമായി നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് അത്തരത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ജോസഫ് മാഷിന്റെ കയ്യും കാലും ഇത് നിലയെടുക്കേണ്ടത് തലയാണ് എന്ന് പറയുന്ന മദനിമാർ. നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളാണ് മതേതരന്മാരാണെന്ന് നമുക്ക് തോന്നുന്നു. വെറുതെയാണ്. ജോസഫ് മാഷുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അവരോടൊന്ന് ചോദിച്ചു നോക്ക്. അഖില ഹാദിയയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അവരോടൊന്ന് ചോദിച്ചു നോക്ക്. പഹൽഗാമിലെ ഭീകരാക്രമണത്തെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്ക്. ഈ സാഹചര്യത്തിൽ പറയാനാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ ശരിയോ തെറ്റോ എന്ന് അവരോട് ചോദിച്ചു നോക്ക്. അവർക്ക് ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയെ അവർ തള്ളിപ്പറയാനും തയ്യാറാകും. ഈ തീവ്രവാദികൾ ചെയ്തത് തെറ്റാണ് എന്ന് അവര് പറയില്ല. സമുദായം അംഗീകരിക്കുന്നില്ല എന്ന് അവർ ശരിയായ മുസ്ലിങ്ങളല്ലെന്നും ചിലപ്പോൾ വേണമെങ്കിൽ പറയും. പക്ഷേ നമ്മുടെ ഗ്രന്ഥത്തിൽ ഇത് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അവർക്ക് മൗനമായിരിക്കും ഉത്തരം. കാരണം പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം ഇവർക്കൊട്ട് അറിയത്തുമില്ല. ഇവർക്ക് ഇതിനെ ന്യായീകരിച്ചേ പറ്റൂ. ഒരുപാട് ആളുകളുടെ, പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളുടെ ഉള്ളിലെ മതവർഗീയ ചിന്തകളെ തുറന്നു കാണിക്കുന്നത് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലെ അവരുടെ മൗനങ്ങളാണ്, അവരുടെ കമന്റുകളാണ്, അവരുടെ റെസ്പോൺസുകളാണ്. തീവ്രവാദം വീട്ടുമുറ്റത്ത് കഴിഞ്ഞ് പടിക്കൽ വന്ന് കോളിംഗ് ബെല്ലടിച്ച് നമ്മൾ തുറന്നു കൊടുത്ത് നമ്മുടെ വീട്ടിന്റെ ഉമ്മറത്ത് കയറിയിരിക്കുന്നു. ഇനിയും അകത്തളത്തിലെത്തി നമ്മുടെ കഴുത്തിൽ പിടിക്കുന്നത് വരെ എവിടെയാണ് തീവ്രവാദം എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കണം പരസ്പരം മുഖത്ത് നോക്കി. കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്താണ് മുസ്ലിം സമുദായം പോപ്പുലർ ഫ്രണ്ടുമായിട്ട് വളരെയധികം അടുത്തിടപഴകുന്നത്. കോഴിക്കോട് 5 ലക്ഷം ആളുകളെ സംഘടിപ്പിച്ച് റാലി നടത്തിയത്, അവരുടെ സംഘടനാ ബലം പ്രകടിപ്പിച്ചത് എപ്പോഴായിരുന്നു? അവരെ നിരോധിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു. ഇങ്ങനെ അവർക്ക് വലിയ രൂപത്തിൽ സ്വീകാര്യത ലഭിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പൗരത്വ നിയമ ഭേദഗതി അതിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. കാരണം മുസ്ലിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ, മുസ്ലിങ്ങൾക്കെതിരെയാണ് നരേന്ദ്രമോദി സർക്കാർ എന്നിവർ പറഞ്ഞു വെക്കുവാണ്. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയിട്ടുള്ള മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം ആവശ്യമെങ്കിൽ അനുവദിക്കുക എന്നതായിരുന്നു CAA. പക്ഷെ അതിലെന്തുകൊണ്ടാണ് മുസ്ലിങ്ങളില്ലാത്തത്? മുസ്ലിം ഫിൽട്ടർ കൊണ്ട് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണങ്ങൾ നൽകാത്തത് കൊണ്ട് ഭീതി വ്യാപാരം പോപ്പുലർ ഫ്രണ്ടിന് എടുത്ത് വ്യാപരിക്കാൻ പറ്റി. ഈ ബില്ലിന്റെ മറവിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുമെന്നതുവരെ അവരെ നാടുകടത്തുമെന്ന്, അവരുടെ പൂർവികരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കം കൊണ്ടുവരണമെന്നൊക്കെ ഇവര് പ്രചാരണങ്ങൾ നടത്തി. പ്രതിപക്ഷം കക്ഷികളും മുസ്ലിം ഹിന്ദു വർഗീയ സംഘടനകളും സോഷ്യൽ മീഡിയയിലും ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തി എന്ന് പറയാതെ വയ്യ. ഒരുപാട് ക്യാമ്പുകളിലായിട്ട് ഇവരൊരുപാട് ക്യാമ്പയിനുകൾ നടത്തി. PFI, SDPI പോലെയുള്ള സംഘടനകളിലേക്ക് മുസ്ലിങ്ങളിലെ വലിയ ഒരു വിഭാഗം പ്രത്യക്ഷമായും പരോക്ഷമായും അവർ ചേർക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവർ മാത്രമേ ഉള്ളൂ എന്നൊരു കാഴ്ചപ്പാട് അവർ തന്നെ വളർത്തിയെടുത്തു. അപകടം മണത്താൽ സംഘടിതരാകുക എന്ന ഒരു ചോദനയാണ് ഇവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം. എന്നെ ഈ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ചെറുപ്പക്കാർ മുതൽ മധ്യവയസ്കർ വരെ ഇനി എന്ന് പുറത്തിറങ്ങും? അവരെ തീവ്ര ചിന്താഗതികളിലേക്ക് നയിച്ച കുറ്റവാളികൾ ഇന്നെവിടെ? അവർക്ക് എവിടെ നിന്നാണ് ഈ ബോധവൽക്കരണം കിട്ടിയത്? അവർക്ക് എവിടെ നിന്നാണ് പ്രചോദനങ്ങൾ കിട്ടിയത്? കേന്ദ്ര സർക്കാർ കൃത്യമായ രൂപത്തിൽ തീവ്രവാദത്തെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രതിജ്ഞ എടുത്തത് കൊണ്ട് മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിനെ തളയ്ക്കാൻ സാധിച്ചത്.